അപ്പം ഞാനിന്നൊരു വീഡിയോ ചെയ്യാൻ പോവുകയാണ്. അത് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ വെച്ചു. അപ്പം അതിനുവേണ്ടി ഗിയർ വയറാണേ, കുറച്ച് പാലക്കപ്പകളാണ്. പാലക്കപ്പകളാണ്. ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഗിയർ വയർ ഞാൻ മുറിച്ചെടുക്കുകയാണ്. ഗിയർ വയർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് എനിക്കൊരു 18 മുത്തിൻ്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാനൊരു ഇതിലോട്ട് ഊക്കാങ്കണ്ണി ഇടാൻ പോവുകയാണ്. ഊക്കാങ്കണ്ണി ഇതിനൊന്ന് ഊക്കാങ്കണ്ണി ഇതിലോട്ടൊന്ന് കോർത്ത് കയറ്റണം. നല്ലവണ്ണം ഒന്ന് ബലപ്പിച്ച് കോർത്ത് കയറ്റാനുള്ളതാണ്. ബലപ്പിച്ച് കോർത്ത് കയറ്റിയിട്ടുണ്ട്. ഇത് മതിയാവും. ഇതുണ്ടോ, തൂക്കാൻ വേണ്ടി പുറത്ത് കയറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 18 പേളിൻ്റെ ആവശ്യം എനിക്കുള്ളൂ. പാലക്കപ്പേളാണ് അത്. 18 ഞാൻ ഇതിലോട്ട് കോർത്ത് കയറ്റി. അപ്പം ഞാനിന്ന് 18 പേള് ഞാൻ ഇതിൽ കോർത്ത് കയറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു കൊളുത്തിടയാണ്. ഇതാണ് കൊളുത്ത്. ഇതും കൂടെ ഒന്ന് കൊരുത്ത് കയറ്റാനുണ്ട്. ഇത് എളുപ്പത്തിൽ ചെയ്തെടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. എല്ലാം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഞാൻ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബ്രേസ്ലെറ്റ് കണ്ട നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഇതേപോലെ ഇത് നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ പാലക്കയുടെ ഞാൻ കമ്മൽ സ്റ്റഡും കൂടെ ഉണ്ടാക്കി. ഇതിൻ്റെ ഫ്രെയിം കിട്ടും. അപ്പോൾ അത് കൂടെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു സ്റ്റഡിൻ്റെ ഫ്രെയിം ഒരെണ്ണം വാങ്ങി. ഇതിന് ഈ പശ വെച്ച് ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് എളുപ്പമാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഉണങ്ങി അതിൻ്റെ ആണിയോ ശരിയാക്കിയിട്ടുണ്ട്. അപ്പം അതുപോലെ ഞാൻ വേറൊരെണ്ണം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.